ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ 5-1 ഒരു വമ്പൻ വിജയം അൽ നസർ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറയാം. പണ്ണാൻ ഫാൻസിനെല്ലാം എന്തായാലും ആഘോഷിക്കാം. കാരണം അവരെല്ലാ കളിയിലും ഫസ്റ്റാണ്. ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ എല്ലാ കളിയും ജയിച്ചിട്ടുണ്ടെന്ന് പറയാം. കോമൻ്റെ വകയായിരുന്നു 2 ഗോള്, പിന്നെ ഫെലിക്സ്, അമരി, അങ്ങനെ അത്യാവശ്യം എല്ലാവരും തിളങ്ങിയ ഒരു വണ്ടർഫുൾ മത്സരം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഒരു ആഘോഷിക്കാൻ പറ്റിയൊരു മാച്ച് ഡേ തന്നെയായിരുന്നു. കാരണം നല്ലൊരു വിജയം തന്നെയായിരുന്നു. ഫാൻസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടാണ്. പിന്നെ ഡോമിനേറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചത്. നമുക്കറിയാം ഇപ്പം ടീം അത്യാവശ്യം വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയാം. അത്രയും ടോപ്പായിട്ട് തന്നെയാണ് സൗദി ലീഗിൽ നിലവിൽ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഫാൻസും അണ്ണൻ്റെ ഗോളിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ എന്താ പറയുക, അണ്ണന് ഗോൾ വന്നില്ല എന്നുള്ളതാണ്. അണ്ണനൊരു അസിസ്റ്റാണ് കൊടുത്തത്. അതിന് 306 അസിസ്റ്റ് ആൾ കരിയറിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. നമുക്കെല്ലാവർക്കും അറിയാം, അത്യാവശ്യം ടോപ്പായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. ആളെപ്പോഴും ഒരു ഗോൾ സ്കോററാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും അസിസ്റ്റ് കൊടുക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. ടീം മൊത്തത്തിൽ നന്നായിട്ട് തന്നെ പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ്. പിന്നെ കിങ്സ്ലി കോമൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആളുടെ ടോട്ടലായിട്ട് ആൾ ബ്ലാസ്റ്റ് ചെയ്ത് കളിച്ചെന്ന് പറയാം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നിലവിൽ അൽ നസറിൽ നന്നായിട്ട് തന്നെ ഗുണം ചെയ്യുന്നുണ്ട്. പാസിംഗ് ആണെങ്കിൽ പല രീതിയിൽ നമ്മൾ കണ്ടാണ് അവരുടെ ഷോർട്ട് പാസ് ഇട്ട് കളിക്കണതൊക്കെ. അതുപോലെ തന്നെ ഫെലിക്സിൻ്റെ അടുത്തൊരു വണ്ടർ മൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു ഗോൾ അടിച്ചു. സോ ആ ഒരു അസിസ്റ്റ് എടുത്തു പറയേണ്ട ഒന്നാണ്. അണ്ണൻ്റെ അസിസ്റ്റ് ആ കിടിലൻ തന്നെയായിരുന്നു. ഫെലിക്സ് ഇപ്പോൾ കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്കറിയാം ആള് ഇച്ചിരി തകർന്നിരിക്കണായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അണ്ണൻ്റെ അസിസ്റ്റ് എടുത്ത് പറയേണ്ടതാണ്. ജസ്റ്റ് ചിപ്പ് ചെയ്ത് ഫ്രണ്ടിൽ കറക്റ്റായിട്ട് പ്ലെയർക്ക് കൊടുത്തെന്നുള്ളതാണ്. സോ പുള്ളിയുടെ ഒരു അസിസ്റ്റ് ആയിരുന്നു. പുള്ളിനെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്തു. പക്ഷെ അത് അത്ര വലിയ കാര്യമൊന്നും ആയില്ല. ഇതിനെല്ലാത്തിനും നമുക്കറിയാം പുറകിൽ ഒരേ ഒരാളാണ്. കാരണം ഇങ്ങനെ വന്നേ പിന്നെയാണ് ടീം നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. കുറേ ഏരിയയിൽ എന്താ പറയുക, ഡിഫെൻസീവ്ലി ആണെങ്കിലും ടീം ഒന്നും കൂടി എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. മിഡ്ഫീൽഡ് ആണെങ്കിലും അടിപൊളി തന്നെ ആയിട്ടുണ്ട്. ടോട്ടലി എല്ലാ പ്ലേയേഴ്സും ഒത്തൊരുമയോടെ കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടാണ് കളിക്കുന്നത്. നമുക്ക് ഈ ഒരു ജസ്റ്റ് ആ ഒരു പ്ലെയർ സ്റ്റാറ്റസ് നോക്കിയാൽ കാണാം ടീം അത്രയും മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. സോ ഒരു ടോപ്പ് ക്ലാസ് ടീമായിട്ട് നിലവിൽ അൽ നസർ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഒരു ഫോം വിടാണ്ട് നോക്കാന്നുള്ളതാണ് അവർക്ക്. നിലവിൽ ഇപ്പോൾ അവരുടെ സ്ഥാനം 1-ാം സ്ഥാനത്താണ്. നമുക്കറിയാം എല്ലാ കളിയും ജയിച്ചിട്ടുണ്ട്. 25 ഗോൾ ഡിഫറൻസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ടീം എന്തോരം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. പിന്നെ അവർക്ക് മാറ്റേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. കാരണം മിഡ്ഫീൽഡിൽ കുറച്ച് അഡീഷൻസ് ഒക്കെ വന്നു. നമുക്കറിയാം എഡേഴ്സണുമായിട്ട് ലിങ്ക് ഉണ്ട്. 26 വയസ്സുള്ള ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ്. അപ്പോൾ നസറിനെ എത്തിക്കാൻ സാധിച്ച മിഡ്ഫീൽഡ് ഒന്നും കൂടി അവരുടെ കൺട്രോൾ ആവും. ആളെ ഇടിച്ചുകൂത്തി കളിക്കാനൊക്കെ പറ്റിയൊരു പ്ലെയർ തന്നെയാണ്. ഈ ജാനുവരിയിൽ നോക്കുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വന്നത്. താരത്തിനും പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രയും വലിയൊരു പേയ്മെൻ്റ് ആയിരിക്കുള്ളൂ അൽ നസർ ഓഫർ ചെയ്യണം. ബാക്കിയെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.